നമ്മൾ സ്ഥിരമായിട്ട് കൂടെയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. ഇപ്പൊ നമ്മുടെ മാനേജർ ആകാം, ലൈഫ് പാർട്ട്ണർ ആകാം, മക്കളാകാം, ഓൾഡ് ആയിട്ടുള്ള വയസ്സായ നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും നമ്മുടെ കൂടെ, ആരോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ആവാം. ഇവരില് നമ്മൾ ചില ബിഹേവിയറൽ പാറ്റേൺസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ എപ്പോഴും ഞാൻ എന്ത് ചെയ്താലും എന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യത്തോടു കൂടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. പിന്നെ സം പാറ്റേൺസ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ജനറൽ ആയിട്ടുള്ള പാറ്റേൺ, ജനറൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ചില ഐഡന്റിഫൈ ചെയ്ത പാറ്റേൺസ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ബിഹേവിയറൽ പാറ്റേൺസ്, ഒരാളുടെ സ്വഭാവം അതാണ്. അല്ലെങ്കിൽ ഇനി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ബോർഡർ ലൈൻ ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പൊതുവെ ആളുകളിലുള്ള ചില പാറ്റേൺസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള പാറ്റേൺസ്, ജെലസ് ആയിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. പിന്നെ വരട്ടെ, കുറച്ചും കൂടി എക്സാമ്പിൾസ് വരട്ടെ ആ ഒരു പാറ്റേൺസിന്. നാളെ നമുക്കതിനെ എങ്ങനെ ഓർക്കാം? സൈലന്റ് ട്രീറ്റ്മെന്റ്, എന്തുണ്ടെങ്കിലും അതിനെ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെ? സ്റ്റോൺ വാളിന് വായയുടെ അടച്ചടക്കും. എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാനൊന്നും മിണ്ടൂല എന്നുള്ളത്. പിന്നെ ആർക്കും ഒന്നും അറിയില്ലല്ലോ. ജഡ്ജ്മെന്റൽ ആയിട്ട് എപ്പോഴും ജഡ്ജ്മെന്റൽ ആയിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. ബാഡ് കമന്റ്സ് ഒക്കെ അപ്രീസിയേറ്റ് ചെയ്യുന്നതിന് അവർ അപ്രീസിയേറ്റ് ചെയ്യേയില്ല, അതിന് പകരം എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. ഫ്രം യങ്ങർ പീപ്പിൾ, ഓക്കെ, ചെറിയ ആളുകളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുന്നതിൽ സ്വീകരിക്കുന്നതിലൊക്കെ ഒരു ഈഗോ ക്ലാഷ് ഉള്ളവരുണ്ടാവും. പിന്നെ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ? ഒരാളുടെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും, അഞ്ച് വർഷം കഴിഞ്ഞാലും, 10 വർഷം കഴിഞ്ഞാലും, 20 വർഷം കഴിഞ്ഞാലും ആ ഒരു പാറ്റേണിനെ നമ്മൾ അത് എന്നെ ഇടങ്ങാറാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്, എന്റെ ഇമോഷനിലും എന്റെ ഫിസിക്കൽ ഹെൽത്തിലും മെന്റൽ ഹെൽത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നടക്കണം. കാര്യം ഉണ്ടാവും ഫീൽ ചെയ്യുന്നുള്ളതാണ്. അവിടെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഹ്യൂമിലിയേറ്റിംഗ് അല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ താഴ്ത്തി കെട്ടുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന എല്ലാ റിലേഷനിലും നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, അതേപോലെ പാരന്റ്സ് ചിൽഡ്രൻ, അതാണല്ലോ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളതും എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ്. ഇതിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് ഈ ഒരു പാറ്റേൺ, നമുക്ക് ഒരാളുടെ പാറ്റേൺ, നമ്മുടെ കൂടെയുള്ള ഒരാളുടെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നും ഇത് നമുക്കൊരു സ്ട്രഗിൾ ആയിട്ട് ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, നിങ്ങളുടെ സൊല്യൂഷൻസ് വരട്ടെ. ഇപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ഒരാൾ, എന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആണ്. എപ്പോഴും ചീത്ത പറയുന്ന ഒരാൾ, എല്ലാ കാര്യത്തിലും ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ് അച്ഛൻ. ഇതൊന്നും ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഈ 10 വർഷം ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. ആ ഒരു പേടിയും പിന്നെ എന്താ നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവില്ല എപ്പോഴും. ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറയുന്ന ചീത്ത പറയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ 10 വർഷം കഴിഞ്ഞിട്ടും ആ സ്ട്രെസ് തന്നെ. ആദ്യത്തെ ഒരു വർഷം മനസ്സിലാക്കി, ഓക്കെ, ഈ വ്യക്തിയുടെ പാറ്റേൺ ഇതാന്ന് മനസ്സിലാക്കി. പിന്നെ ബാക്കിയുള്ള 9 വർഷം ഈ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, നോർമൈൻഡ് ചെയ്യുക. അതങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ഒരു വ്യക്തി അങ്ങനെ നോർമൽ ആക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മാറാത്ത രീതിയിലുള്ള പാറ്റേൺസ് ഉണ്ടാവും ആളുകളിൽ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു പാറ്റേൺ അവർ മാറ്റാൻ റെഡി ആണെങ്കിൽ അത് മാറും. ചിലത് ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ അതിനെ മനസ്സിലാക്കുന്ന എമ്പത്തറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ, അതെന്റെ ഒരു ശൈലിയാണ്, നീ പേടിക്കണം ചിലർ പറയും. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഓക്കെ, പിന്നെ ബാക്കി കഴിയുമ്പോൾ അത് ശീലമാകും. പക്ഷെ ആ ശീലമാകുന്നത് എങ്ങനെയാണ്? ഉള്ളിൽ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് ആണ്. ആ ഒരു സ്ട്രെസ് ഇല്ലാതാവണം നമുക്ക്. എന്റെ ഉള്ളിൽ അതിനൊരു സ്ട്രെസ് ഇല്ലാതാവണം എന്നുള്ളതാണ്. പിന്നെ സ്ട്രെസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് കേൾക്കുന്നു, എന്റെ ഉള്ളിൽ അതുകൊണ്ട് യാതൊരു എഫക്റ്റും വരുന്നില്ല. ആക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് സച്ച് ബിഹേവിയർ. ഓക്കെ, ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ആണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ കുറച്ചൊരു എമ്പത്തിയും ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിന് കുറച്ചല്ല, നല്ല റിലാക്സേഷൻ കിട്ടും. വർക്ക് ഇൻ സെൽഫിൽ വർക്ക് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എവറിത്തിങ് വിൽ ചേഞ്ച്. എന്റെ ഉള്ളിൽ ആണല്ലോ ഇപ്പൊ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോ പ്രോബ്ലം, ഓക്കെ, ലീവ് ദം ഫ്രം സം ടൈം ദാറ്റ് വിൽ മേക്ക് ദം ഫീൽ സോറി. അത് വരാം, പക്ഷെ ഒരു പാറ്റേണിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയൊരു ലോങ് പീരീഡിലൊന്നും അവർക്ക് ചിലപ്പോൾ സോറി ഫീലിംഗ് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയുണ്ട് ചില ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ആകുമ്പോൾ തീരെ എമ്പത്തറ്റിക് ആവില്ല. അവർക്ക് മറ്റുള്ളവരുടെ കൺസേൺസ് ഇത്തിരി പോലും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഇപ്പോൾ കപ്പിൾ റിലേഷനിലാണെങ്കിലും ഇപ്പോൾ പാരന്റ്സ് ആണെങ്കിലും ചിലത് മക്കൾ പാരന്റ്സിന്റെ കൺസേൺസ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അതിന്റെ പേരിൽ നമ്മളിങ്ങനെ ഉള്ളിൽ കിടന്ന് ഒരുപാട് കോൺഫ്ലിക്റ്റും സ്ട്രെസ്സും ആകുന്നതിന് പകരം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഓക്കെ, ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതിലപ്പുറം അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അവരിൽ നിന്ന് നമ്മളുടെ ഉള്ളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സ്പെക്ടേഷൻ നമ്മൾ മാറ്റാം. ആ വ്യക്തിയിൽ നിന്ന് ഇത് വന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ, ഞാൻ അതിനെ സെൽഫായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അതിന് ആ വ്യക്തി ആ രൂപത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റിലേഷൻസ് ഒക്കെ ആയിരിക്കും അല്ലെ? പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻലോസ് ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ പാരന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റാത്ത റിലേഷൻസ് ആണ്. ഇപ്പൊ ഒരു കമ്പനിയിലെ മാനേജറും ആണെങ്കിൽ പോലും കമ്പനി മാറുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആ ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി ഒരു എമ്പത്തറ്റിക്, പലപ്പോഴും നമുക്ക് അവരോട് ആ ഒരു ബിഹേവിയർ ഉള്ളതിന് നമുക്കൊരു എന്താണ് എന്താ പറയാ ഒരു വേർഡ്, നമുക്ക് അവരോട് ഒരു സഹതാപം തോന്നിക്കഴിഞ്ഞാല് എന്താണ് ഒരു
നമ്മുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവും. ഓക്കെ, ഈ വ്യക്തി അങ്ങനെയാണല്ലോ എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അവരോട് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഒന്ന് പോസിറ്റീവായിട്ടും നല്ല രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. ചേഞ്ച് നമ്മളുടെ പെർസ്പെക്റ്റീവ് തന്നെയാണ് നമ്മൾ അവിടെ ക്യാൻ ടേക്ക് ആസ് എ ഫൺ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ചില ഇതിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലായിടത്തും ഫൺ ആറ്റിറ്റ്യൂഡ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. എന്നാൽ പോലും ആസ് ആ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ ഒരുപാട് ആളുകൾ നമ്മൾ കേൾക്കുന്നു കാണുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നും ഒരു 10 വർഷമായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരേപോലെ അവരുടെ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു. എനിക്ക് ഒരുപാട് ആളുകളെ ഞാൻ അറിയാം അങ്ങനെ. ഇപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ആ ഒരു പ്രോബ്ലം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു സൊല്യൂഷൻ. അപ്പുറത്തുള്ള പേഴ്സണെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഔട്ട് ഓഫ് അവർ കൺട്രോൾ ആണെങ്കിൽ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ചിലരെ കണ്ട് കുറച്ച് ദിവസം നല്ല ബിഹേവിയർ ആയിരിക്കും, പിന്നെ എന്താണ് ഭയങ്കര ദേഷ്യവും ഒക്കെ ആയിട്ട് വീണ്ടും. അപ്പൊ ഈ കുറച്ച് ദിവസം നല്ല ബിഹേവിയർ ആകുമ്പോൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വരും. പിന്നീട് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും ഈ വ്യക്തി ഇമോഷണലി ഡൗൺ ആയി പോകും. അങ്ങനെ ഡൗൺ ആവാതൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നും ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി നമ്മൾ ആ ഒരു വ്യക്തിയോട് അതിനനുസരിച്ച് നമ്മളുടെ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് നമുക്ക് കിട്ടും. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് കുറച്ചുകൂടെ 2-3 ടോപ്പിക്സ് ഉണ്ട് ഇതിൽ ചെയ്യാൻ. അറ്റാച്ച്മെന്റ് സ്റ്റൈല്, അതേപോലെ എപ്പോഴും ഫോർക്യൂനെസ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്ന എനിക്ക് തന്നെ സമാധാനം നഷ്ടപ്പെടാം. ഒന്ന് ഫോർക്യൂനെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒന്ന് എന്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എനിക്ക് ഒഴിവാക്കാം, 2 അതിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിയോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും അതിലൂടെ അവരെന്താണോ ചെയ്തത് ആ തെറ്റിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഇതിന്റെ ബാക്കി ടോപ്പിക് നമുക്ക് ഇനി ഒന്നെങ്കിൽ നാളെ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലും അതിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇനി ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.